പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആക്റ്റീവ 125 ഏകദേശം വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു 7 മാസത്തോളമായി. ഞാൻ യൂസ് ചെയ്ത അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കുറേ പേര് എന്നോട് ഡൗട്ട്സ് ചോദിച്ചു, നിങ്ങൾ ആക്റ്റീവ 125 എടുത്തിട്ട് എങ്ങനെയുണ്ട്, അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ, അതിൻ്റെ മൈലേജ് എത്രയുണ്ട് എന്നൊക്കെയാണോ ഡൗട്ട്സ്. അപ്പോൾ അത് നമുക്ക് ഈ വീഡിയോയിൽ പറയാം. ആദ്യമേ തന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് പറയുകയാണെങ്കിൽ വണ്ടിക്ക് തീർത്തും മൈലേജ് ഇല്ല. ഡെയിലി ഞാൻ ഈ വണ്ടി യൂസ് ചെയ്യുമ്പോൾ എനിക്ക് പെട്രോൾ ഒട്ടും മുതലാകുന്നില്ല. സാധാരണ വീട്ടമ്മമാർക്കൊക്കെയാണ് യൂസ് ചെയ്യാനാണെങ്കിൽ ഈ വണ്ടി നല്ലതാണ്, അല്ലാതെ ഡെയിലി ജോലിക്ക് പോകുന്നവർക്ക് നല്ല രീതിയിൽ പെട്രോൾ ആകുന്നു. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ സസ്പെൻഷൻ വളരെ നല്ല സസ്പെൻഷനാണ്. അതുപോലെ തന്നെ ലേഡീസിന് ഓടിക്കാൻ നല്ല കംഫർട്ടായിട്ടുള്ളൊരു വണ്ടിയാണ് നമ്മുടെ വണ്ടി. കോംബി ബ്രേക്ക് സിസ്റ്റം ഉള്ളത് കാരണം വണ്ടി പെട്ടെന്ന് മറിയോ അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല. പിന്നെ ദൂരത്തൊക്കെ യാത്ര ചെയ്ത് പോകുന്നവർക്കൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്നവർക്കുള്ള മൈലേജ് കുറവാണെന്നുള്ളൊരു മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ലേഡീസൊക്കെ ഈ വണ്ടി യൂസ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ അത്യാവശ്യം റോഡിലൊക്കെ പോകുമ്പോൾ വലിയ വലിയ വണ്ടികളൊക്കെ പോവുകയാണെങ്കിൽ ഇത് മറിയാനുള്ള ചാൻസോ അല്ലെങ്കിൽ നമുക്ക് ഷെയ്ക്ക് ചെയ്യുന്ന ഒരു ഫീലിങ്സോ ഒന്നും ഈ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് തോന്നിയില്ല. പിന്നെ എനിക്ക് ഉണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഫസ്റ്റ് വണ്ടി വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ ആ ഒരു കാര്യം വന്നത്. ഈ വണ്ടിയുടെ സെൻട്രൽ സ്റ്റാൻഡിൽ ഒരു തുരുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വണ്ടിയൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ, ഇതല്ല ഏത് വണ്ടി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും തുരുമ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ശ്രദ്ധിച്ചിട്ട് വാങ്ങിക്കാൻ നോക്കുക. പിന്നെ മൈലേജിൻ്റെ ഒരു ഡ്രോബാക്ക് ഉള്ളത് ഒഴിച്ച് ബാക്കി എല്ലാ ഫീച്ചേഴ്സും ആക്റ്റീവ 125 നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എടുക്കുന്നവർ മൈലേജ് കൂടുതൽ വേണ്ടുന്നവരാണെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള വണ്ടി എടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു വണ്ടി ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്.